സുപ്രീം കോടതിക്ക് കൊലപാതകമോ നരഹത്യയോ കണ്ടെത്താനായി സാധിച്ചില്ല. വെറും 325 ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചു എന്നുള്ള കുറ്റം മാത്രമാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം ആദ്യം തന്നെ സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നതാണ്. അതിനും മറ്റുള്ള ശിക്ഷകളടക്കം 397, 394, 427 ട്രെയിനിലേക്ക് അതിക്രമിച്ച് കയറി ഈ എല്ലാ ശിക്ഷകളും ഒരുമിച്ച് 7 വർഷം കഠിന തടവ്. ഓൾ സെക്ഷൻസ് ആർ കൺവിക്റ്റഡ് ഫോർ 7 years കൺകറൻ്റ്ലി ഇറ്റ് വിൽ റൺ. ഇതാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകം തന്നെ 5 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അവശേഷിക്കുന്ന കാലയളവ് എങ്ങനെയാണ് അനുഭവിക്കേണ്ടി വരും? 2 വർഷത്തിനകം പുറത്തിറങ്ങാൻ കഴിയുമോ? തീർച്ചയായിട്ടും 5 വർഷം ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിക്ക് CRPCയുടെ ആനുകൂല്യങ്ങൾ വെച്ച് റെമിഷൻ കിട്ടുന്നതാണ്. ആ റെമിഷൻ കിട്ടുകയാണെങ്കിൽ സുപ്രീം കോടതി ഇന്നത്തെ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ഗോവിന്ദസ്വാമിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിയമപരമായി അങ്ങേക്ക് വിജയമാണ്. ഈ വക്കീൽ കുപ്പായം മാറ്റിവെച്ചാൽ സൗമ്യ നേരിടേണ്ടി വന്ന ക്രൂരതയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സൗമ്യ നേരിടുന്ന ക്രൂരതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് കാരണക്കാർ പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനുമാണ്. പ്രോസിക്യൂഷനും പോലീസും ഈ കേസ് വ്യക്തമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ, യഥാർത്ഥമായ തെളിവുകൾ കണ്ടെത്തിയിരുന്നുവെങ്കിൽ, കൃത്രിമരേഖകൾ ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ സുപ്രീം കോടതി വിശ്വസിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ചമച്ച കൃത്രിമരേഖകളും അതുപോലെ തന്നെ മെഡിക്കൽ ഫോറൻസിക് സയൻസ് റിപ്പോർട്ടുകളും എല്ലാം തന്നെ പ്രതിക്ക് അനുകൂലമായിട്ടാണ്. അത് ഇരയ്ക്ക് അനുകൂലമായിട്ടല്ലായിരുന്നു എന്നാണ് സുപ്രീം കോടതിയെ ഇത്തരത്തിലുള്ളൊരു ഒബ്സർവേഷനാണ് ഇത്തരം ഒരു 7 വർഷത്തെ ശിക്ഷയിലേക്ക് തൂക്കുമരണത്തിൽ നിന്നും ഒഴിവാക്കി ജീവപര്യന്തം ഒഴിവാക്കി 7 വർഷം എന്ന ശിക്ഷയിലേക്ക് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കാരണം മറ്റു ജയിലിലേക്ക് മാറ്റാനോ മറ്റോ അപേക്ഷ നൽകാനോ? തീർച്ചയായിട്ടും കേരള ജനത യാതൊരു കാരണവശാലും ഗോവിന്ദസ്വാമിയെ വെറുതെ വിടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാരണം കൊണ്ട് തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ അല്ലെങ്കിൽ ആന്ധ്രയിലെയോ ഏതെങ്കിലും ഒരു സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദസ്വാമിയെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള അപേക്ഷ കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കീഴ്ക്കോടതികളിൽ നിന്ന് വധശിക്ഷ ഉണ്ടായി, അത് ഏത് തരത്തിലാണ്? അതായത് ഇപ്പോൾ ഇങ്ങനെ റദ്ദാക്കാൻ ഒരു സാഹചര്യം വന്നത് എങ്ങനെയാണ്? കീഴ്ക്കോടതികളിൽ മീഡിയ ട്രയൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ വികാരത്തിന് അടിമപ്പെട്ടും ഇമോഷണൽ ട്രയൽ ആയതുകൊണ്ടും ഒരു മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ കേരള ജനത യാതൊരു കാരണവശാലും ഏതൊരു നീതിന്യായത്തെയും വിശ്വസിക്കില്ല, അല്ലെങ്കിൽ പൊറുക്കില്ല, മാപ്പ് കൊടുക്കില്ല. ഈ കാരണം കൊണ്ട് മാത്രമാണ് കീഴ്ക്കോടതികളിലും അപ്പീൽ കോടതിയായ ഹൈക്കോടതിയിലും ശിക്ഷ ശരിവെച്ചതും. അത്തരത്തിലുള്ള ശിക്ഷ ഒരിക്കലും നൽകാൻ പാടില്ലാത്തതായിരുന്നു. ജീവപര്യന്തമാണ് നൽകിയിരുന്നതെങ്കിൽ ജീവപര്യന്തം യാതൊരു കാരണവശാലും ചോദ്യം ചെയ്യപ്പെടുമായിരുന്നില്ല. സുപ്രീം കോടതിയിൽ ഈ കേസ് ചോദ്യം ചെയ്യാൻ കാരണം തൂക്കുമരണം ഹൈക്കോടതി ശരിവെച്ചത് കൊണ്ട് മാത്രമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊക്കെ ദുർബല വാദങ്ങളാണ് ഈ കേസിൽ ഗോവിന്ദസ്വാമിക്ക് ഗുണമായത്? അതെത്രത്തോളം അങ്ങേക്ക് കേസ് വാദിക്കാൻ അനുകൂലമാണ്? സാക്ഷികൾ കോടതിയിൽ വന്നിരുന്നു, സാക്ഷി മൊഴികൾ നൽകിയിരുന്നു. എല്ലാം സാഹചര്യ തെളിവുകളാണ്. സാഹചര്യ തെളിവുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. അത്തരം തെളിവുകൾ കോടതിയിൽ വില പോകുന്നതായിരിക്കണം. എന്നാൽ കോടതിയിൽ കൊണ്ടുവന്ന തെളിവുകളെല്ലാം വില പോകാത്ത തരത്തിലുള്ള തെളിവുകളായിരുന്നു, കെട്ടിച്ചമച്ച തെളിവുകളായിരുന്നു. 101 രേഖകളും 83 സാക്ഷികളും എല്ലാം ഗോവിന്ദസ്വാമിയിൽ ഊന്നുന്നത് ഗോവിന്ദസ്വാമി കുറ്റം ചെയ്തോ എന്ന് തെളിയിക്കുന്ന രേഖകളല്ലായിരുന്നു. അതുകൊണ്ടാണ് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ജീവപര്യന്തം ഒഴിവാക്കിയതും തൂക്കുമരണം ഒഴിവാക്കിയതും.